മീൻകുളത്തിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ടിക്ടോക്കിൽ ഇട്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ആമ്പലൊക്കെ വിൽക്കുന്നുണ്ട്, 40 ദിറംസേ ഉള്ളൂ, റാസൽ കൈമേലാണ്. അപ്പൊ എന്താ രാവിലെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇത് ശരിക്കും ഒരു ഫാമോ നഴ്സറിയോ ഒന്നുമല്ല, ഒരാളുടെ വീടിന് ചുറ്റുമായിട്ട് ആളുടെ പേഴ്സണലി നട്ടു വളർത്തുന്ന ചെടികളാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ ആളെ വിളിച്ച് ടൈമിങ്ങും ലൊക്കേഷനും ഒക്കെ കൺഫേം ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ റാസൽ കൈമയിലാണ് വരുന്നത്. ഞങ്ങൾക്ക് അജ്മാനിൽ നിന്ന് ഏകദേശം 1 അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ആമ്പലുണ്ട് എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും അധികം വെറൈറ്റി കളേഴ്സ് ഒന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ കാണാറുള്ള ഈ ഒരു വൈറ്റ് കണ്ടിട്ടുണ്ട്, ഈ ഒരു കളറും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് രണ്ടും തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ പല വെറൈറ്റി പല ടൈപ്പിലുള്ള പൂക്കളൊക്കെ കണ്ടു. അതുപോലെ രാത്രിയിൽ വിടരുന്നുണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ പൂക്കൾ രാത്രിയിൽ വിടർന്നിട്ട് രാവിലെ അടയുക ചെയ്യാത്രേ. അപ്പോൾ പിന്നെ പുള്ളി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് നടേണ്ടത്, എന്തൊക്കെ വളമാണ് കൊടുക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ വലിയ ഏരിയ ഉള്ള സ്ഥലമൊന്നും അല്ല. ഇപ്പോൾ അവരുടെ വീട്ടുമുറ്റത്തായിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യമേ കാണുന്നത് ഈ കാഴ്ച നിൽക്കുന്ന മുന്തിരിയാണ്. പിന്നെ ഒരു വലിയ കറിവേപ്പ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് നട്ടതാണ്. കറിവേപ്പ്, മുരിങ്ങ, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ വാഴകളുണ്ട്, കോവയ്ക്ക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മാസം 9 മാസം പ്രായമുള്ള പ്ലാന്റുകളാണ്. നമ്മൾ ചെറിയ പോട്ടിൻ്റെ ഞാൻ മാറ്റിട്ട് ഇങ്ങോട്ട് വെക്കണം, മദർ പ്ലാന്റ് കിട്ടാൻ വേണ്ടിട്ട്. ഇങ്ങനത്തെ ഇത് ഈ ഡ്രമ്മോട് കൂടിയാണെങ്കിൽ എത്രയോ റേറ്റ്? ഞാൻ ഡ്രമ്മോട് കൊടുത്തിട്ടില്ല. ചേച്ചിക്ക് ഡ്രമ്മിൻ്റെ അത് ഇടേണ്ട ആവശ്യമില്ല, മറ്റേ പോട്ടിൽ ഇറക്കി വെക്കാനില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു ചട്ടിക്കകത്താക്കിയിട്ട് ഡയറക്റ്റ് ഇറക്കി വെച്ചാൽ മതി. പിന്നെ സാധാ മണ്ണല്ലേ? സാധാ മണ്ണും ചാണം, വേറെ ഒന്നും. ഈ ഒരു ഫ്ലവർ ഇല്ലേ, ഈ ഫ്ലവർ കഴിഞ്ഞ അന്നേരമുള്ളത് ഉണ്ടാവും. അതിനടുത്തത് അത് സ്റ്റെപ്പായിട്ട് ഇതിപ്പോ മോട്ട് കഴിഞ്ഞാണ്. ഇതൊക്കെ മോട്ട് കഴിഞ്ഞ് പോയതാണ്. അത് വാടിയതാണോ? ഇത് പോയി, ഇത് കഴിഞ്ഞ് പോയത്. ഇതുണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ് പോയതാണ്. ഇതും ഇതേപോലെ തന്നെ, ഇതും ഇതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞാൽ അങ്ങോട്ട് കിടക്കണം. അതൊക്കെ കഴിഞ്ഞ് പോയതെങ്കിലാണ്. പോയിട്ട് എന്താ കുരു ഉണ്ടാവും? ഇത് ഉള്ളിൽ കളയുള്ളൂ. ചെറുതിൽ വിത്തുണ്ടാവും. പ്രൈസ് പറഞ്ഞില്ലേ 40? ഏതിന്റെ എല്ലാത്തിന്റെ പ്രൈസ് ഞാൻ ഒരേ പ്രൈസിനാണ്. 40. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കടയിൽ പറിക്കോ എങ്ങനെ കൊടുക്കുന്നത്? ഇത് ഞാൻ പോട്ടാക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി പോട്ടാക്കി വെച്ചിട്ടുണ്ട്. പോട്ടോട് കൂടി പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട്. കറുത്ത ഇലയുള്ളത് മാത്രം രാത്രിക്ക് പോകണം. അതുണ്ടോ നിൽക്കുന്നത് ആ ചിരട്ട കിടക്കണം, അത് നൈറ്റ് ബ്ലൂമറാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന പൂക്കളും വലിയ ഇലയൊക്കെ ഉള്ള ചെടികളെല്ലാം തന്നെ ഡ്രമ്മിലേക്ക് ഡയറക്റ്റായിട്ട് നട്ടിരിക്കുന്നതാണ്. വെറുതെ ചാണകവും മണ്ണും മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ള ഡ്രമ്മിലേക്ക് നടുമ്പോഴാണ് ഇതിന് വലിയ ഇലകൾ വരുന്നതും വേഗത്തിൽ പൂവുണ്ടാവുകയും ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഇതാണ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ചെറിയ പോട്ടിലായിരിക്കും നമ്മൾ വാങ്ങുന്നത്. പക്ഷെ നമുക്കും ഇതുപോലെ തന്നെ വലിയ ഡ്രമ്മിലേക്ക് മാറ്റി നട്ടു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് നല്ല വലിയ ഇലയും പൂവും ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നല്ല കട്ട വൈറ്റാ ഉണ്ടോ, ഉള്ളിലൊരു റെഡ് കളറുള്ള ഉണ്ടോ. രാത്രിക്കുള്ള സ്മെല്ലോട് കൂടിയിട്ടുള്ള അതൊക്കെ പകല് കൂടെ. അസോളല്ല, വേറെ പയല. അത് ഇടാതിരിക്കുന്ന നല്ല നിറച്ചു ആവും. ഇതുണ്ടല്ലോ ഈ കിടക്കുന്ന ഇതുണ്ടോ, അത് മതി. കുളത്തിലിട്ടാൽ ഓരോ നിറച്ച് താറാൻ കൊടുത്താൽ മതി, വാരി താറാൻ കൊടുത്താൽ മതി. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴയാണ്. ഓൾറെഡി കൊലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കൊക്കെ നല്ല ഇൻസ്പിറേഷൻ ആണ് ഇതൊക്കെ കാണുമ്പോൾ. ഇതിപ്പോ ഏകദേശം ഒരു 4 വർഷമായി. ഒരു വർഷം ഒരു 4-5 കൊല കിട്ടും. ഇത് എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റും വേറെ ചെടി വേറെ മാറ്റി നടാൻ? ഇത് 1 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ചോട്ടിൽ നിന്ന് കുറെ കുഞ്ഞുങ്ങൾ പൊട്ടും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പൊട്ടും, ചിലപ്പോൾ അതേപടി നിൽക്കും. കുഞ്ഞുങ്ങൾ പൊട്ടുവാണെങ്കിൽ അടുത്ത വർഷം കിളുത്ത് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെടുത്ത് മാറ്റണം. ട്യൂബർ എന്ന് പറയുന്നത് മാറ്റണം. അതെങ്ങനെയാ മാറ്റിയത്? വെറുതെ പൊട്ടിച്ച് നമ്മൾ പൊട്ടിച്ച് മാറ്റിയാണ്. അടിയിൽ വേരടക്കം വരും. പൊട്ടിച്ച് വേരോട് കൂടി മാറ്റണം. അതിൽ കായ ഉണ്ടാവും അടിയിൽ? ആ കിഴങ്ങുണ്ടാവും. ഒരു കിഴങ്ങടക്കം മാറ്റണല്ലേ? കിഴങ്ങടക്കം. ഇതാ ഈ കളറാ. രണ്ടു 3 മാസം അങ്ങോട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ ചെടിച്ചട്ടി എടുക്കുക. എന്നിട്ട് അതിനകത്ത് അടിയിൽ കുറച്ച് ചാണകപ്പൊടി ഇടുക, മേളിൽ കുറച്ച് മണ്ണിടുക. ഈ സാധനത്തിന് അതേ പൊടി എടുത്തിട്ട് ആ ചട്ടിക്കകത്തോട്ട് വെക്കുക. ഒന്ന് സെറ്റ് ചെയ്യുക, എടുത്ത് നേരെ കുളത്തിലോട്ട് വെച്ചിട്ട് പിന്നെ പൂഷ്ടാൻ പോലെ വന്നത്. രാത്രി ഇരുന്ന മുട്ട തരാണ്. അല്ല, അത് മുട്ട വിരിഞ്ഞു പോയാ. അതേതാ കളറ്? വൈറ്റ് വൈറ്റ് പ്യൂർ വൈറ്റ്. ഇപ്പൊ നാളെ മറ്റന്നാളോ വിരിയുന്നതാണ്. മുട്ടോട് കൂടി ഈ വലിയ ടാങ്കിലോട്ട് ഇറക്കി വെക്കുമ്പോഴാണ് ഈ വലിപ്പമുള്ള ഇല വരുന്നത്.
ഇത് അത് പ്ലാന്റിന് പ്രായം കൂടുന്തോറും ഇതിന്റെയൊക്കെ നമ്മുടെ കുഞ്ഞില തന്നെ നമ്മുടെ താമരയുടെ പോലെ അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നില്ല വലിയ താമര എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആദ്യം താമര ഉണ്ടായിരുന്നു. താമര നമ്മളിവിടെ പൂക്കൾ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അതുകൊണ്ട് താമര ഞാൻ ഒഴിവാക്കിയതാണ്. ഞങ്ങളിപ്പോ മറ്റേ വിത്ത് മേടിച്ചിട്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്തത്. കാരണം നമ്മൾ ആമസോണിൽ നിന്ന് വിത്ത് കിട്ടും. ആമസോണിൽ നിന്ന് വിത്ത് കിട്ടുന്ന അത്ര 6-7 വിത്തിന് എത്ര 20 റംസ് 30 റംസ് കണ്ടേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ എമിലി പേപ്പറിൽ വരച്ചിട്ട് നമ്മൾ നട്ടാൽ ആ സാധനം കിളുത്തും വരും. നമ്മൾ നട്ടാവും, പക്ഷെ വെറും ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചേച്ചി ഒരു വർഷം അത് കാത്തുകുത്തി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പൂ ഭാഗ്യത്തിന് 100-ൽ 1% അതിന് ചാൻസ് ഉള്ളൂ. ഉണ്ടായെങ്കിലും ഉണ്ടായി. മറ്റേ ഇതിന്റെ എന്താ താമരയുടെ എന്താ നടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂബറാണ്. പക്ഷെ ട്യൂബർ നട്ട് കഴിഞ്ഞാൽ നമ്മളതിന് കുറെ കെയർ കൊടുക്കണം. ഈ വാട്ടർ ലില്ലി എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, കൊണ്ട് ഇറക്കി വെച്ചാൽ പ്രശ്നം തീർന്നു. നമുക്ക് പൂ കിട്ടിക്കൊണ്ടിരുന്നത് ചെറിയ പണി വരുന്നില്ല. ഇതിന്റെ പുറകെ നമ്മൾ ഇടയ്ക്ക് വളം കൊടുക്കുക, ഇടയ്ക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു വർഷത്തിൽ 2-3 പൂ ഉണ്ടാവും. ആ ഒരു എല്ലാ സീസണിലും പൂക്കും. അതാണ് ഈ വാട്ടർ ലില്ലി ഇതുമായിട്ടുള്ള വ്യത്യാസം. പിന്നെ ഇത് കോവലാണ്. നമ്മൾ കുറേ നാളായിട്ട് ഈ സംഭവം തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ട വഴിക്കാനെ നമ്മൾ അദ്ദേഹത്തോട് ഇതിൻ്റെ തണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണ്ടുമൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. 2 അമ്പലാണ് മേടിച്ചത്. ഒരെണ്ണം ഒരു ലാവൻഡർ കളറും പിന്നെ ഒരെണ്ണം രാത്രിയിൽ പൂക്കുന്നത് ഒരു വൈറ്റ് കളർ അങ്ങനത്തതുമാണ് മേടിച്ചത്. മേടിക്കുമ്പോൾ ആക്ച്വലി എനിക്കിത് രാവിലെ അടഞ്ഞു പോകുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അത് പിന്നെ നിൽക്കുന്നുണ്ടാവുമെന്ന്. പിന്നെ അവിടുത്തെ ടാങ്കിലൊക്കെ കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മോളി ഫിഷാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്പലിന് നന്നായിട്ട് വേണ്ടത് വെയിലാണ്. അപ്പോൾ വിൻ്റർ സമയമൊക്കെ ആകുമ്പോൾ അത് അധികം വളർച്ചയിലാണ് ഇങ്ങനെ നിന്നാലും സമ്മർ ആകുമ്പോഴാണ് കൂടുതലും നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരിക എന്നാണ് പറഞ്ഞത്. ഇത് സമ്മറിൽ അത്ര നന്നായിട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് സമ്മർ ആകുമ്പോൾ വലിയ പാത്രത്തിലോട്ട് ഇറക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഓൾറെഡി ഒരു പൂ നിൽക്കുന്നുണ്ട്. ഇത് പറയുന്നത് രാത്രിയിൽ പൂക്കുന്നതാണ്. നല്ല വെള്ള കളറാണ്. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെറൂൺ കളറാണ്. ഇങ്ങനെ മെറൂൺ കളറായിട്ട് നിൽക്കുന്നതൊക്കെ രാത്രി പൂക്കുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് പോകാവുന്നുള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.